അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ആധുനിക സാഹിത്യകാരന്മാരിലെ പ്രമുഖനായ മഅറൂഫ് റസാഫിയെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മതാ വുലിദ മഅറൂഫ് റസാഫി? മഅറൂഫ് റസാഫി എപ്പോഴാണ് ജനിച്ചത്? ഓപ്ഷൻ എ 1875, ഓപ്ഷൻ ബി 1876, ഓപ്ഷൻ സി 1899. ദ കറക്റ്റ് ആൻസർ 1875 മഅറൂഫ് റസാഫി ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മഅറൂഫ് റസാഫി ഏത് രാജ്യത്തിൽ നിന്നുള്ള സാഹിത്യകാരനാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ മിസ്രിയുൻ, ഓപ്ഷൻ ബി ഇറാഖിയുൻ, ഓപ്ഷൻ സി സൂരിയുൻ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇറാഖിയുൻ. അദ്ദേഹം ഇറാഖിയായിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐന വുലിദ മഅറൂഫ് റസാഫി? മഅറൂഫ് റസാഫി എവിടെയാണ് ജനിച്ചത്? അദ്ദേഹം ഇറാഖുകാരനാണ് എന്ന് നാം മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹം ഇറാഖിലെ ഏത് പ്രവിശ്യയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഹയ്യു സൗറ, ഓപ്ഷൻ ബി ദജില, ഓപ്ഷൻ സി റുസാഫ. ഇതിൽ എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റുസാഫയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ജനിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, യുലഖബു മഅറൂഫ് റസാഫി? മഅറൂഫ് റസാഫി ഏത് ലഖബിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഷാഇറുൽ ഖദറാ, ഓപ്ഷൻ ബി ഷാഇറുൽ ബുഅസാ, ഓപ്ഷൻ സി ഷാഇറുൽ ബാദിയ. ഏതാണ് കറക്റ്റ് ആൻസർ? മഅറൂഫ് റസാഫി അറിയപ്പെടുന്നത് ഷാഇറുൽ ബുഅസാ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഷാഇറുൽ ഹുറിയ എന്നും റായിദു ശുറാഉൽ ഇറാഖിയീൻ എന്നെല്ലാം അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ലഖബ് മഅറൂഫായിട്ടുള്ളത് അത് ഷാഇറുൽ ബുഅസായ് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഷ്തഗല മഅറൂഫ് റസാഫി മുഅല്ലിമൻ ലിലുഗത്തിൽ അറബിയ ഫി മദ്റസതി ഡാഷ്. ഇഷ്തഗല ജോലി ചെയ്തു, മഅറൂഫ് റസാഫി ജോലി ചെയ്തു, മുഅല്ലിമൻ ഒരു അധ്യാപകനായിക്കൊണ്ട്, ലിലുഗത്തിൽ അറബിയ അറബി ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്തു. ഫി മദ്റസതി ഏത് മദ്രസയിലാണ് അദ്ദേഹം ജോലി ചെയ്തത്? ഓപ്ഷൻ എ മദ്റസത്തു റുഷ്ദിയ, ഓപ്ഷൻ ബി മദ്റസത്തു സുൽത്താനിയ, ഓപ്ഷൻ ബി മദ്റസത്തുൽ ഹുകൂമിയ. ഇതിൽ ഏത് മദ്രസയിലായിരുന്നു അദ്ദേഹം അധ്യാപകനായിക്കൊണ്ട് ജോലി ചെയ്തത്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മദ്റസത്തു സുൽത്താനിയ. സുൽത്താനിയ മദ്രസയിൽ അദ്ദേഹം അധ്യാപകനായിക്കൊണ്ട് ജോലി ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒയ്യിന മഅറൂഫ് റസാഫി നായിബൻ ലി റഈസ് ലജ്നത്തി തർജുമ വ തഅരീബ് ഫി വസാറത്തിൽ മആരിഫി സന. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ട്രാൻസ്ലേഷൻ വകുപ്പിൻ്റെ അസിസ്റ്റൻ്റ് റഈസായിക്കൊണ്ട് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒയ്യിന മഅറൂഫ് റസാഫി, മഅറൂഫ് റസാഫിയെ നിയോഗിച്ചു നാബൻ ഒരു അസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് റഈസിൽ ലജ്നത്തി തർജുമ വ തഅരീബ് ഫി വസാറത്തിൽ മആരിഫ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ട്രാൻസ്ലേഷൻ വകുപ്പിൽ ട്രാൻസ്ലേഷൻ ലജ്നയുടെ ഒരു നായിബ് റഈസ് ആയിക്കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? നിയോഗിച്ചിരുന്നു. അത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1921, ഓപ്ഷൻ ബി 1920, ഓപ്ഷൻ സി 1922. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1921. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ദറ മഅറൂഫ് റസാഫി? മഅറൂഫ് റസാഫി പ്രസിദ്ധീകരിച്ചു ഒരു പത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന് 1923 അദ്ദേഹം ഒരു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് 1923 ഏതായിരുന്നു ആ പത്രം? ഓപ്ഷൻ എ അൽ അഹ്വാൽ, ഓപ്ഷൻ ബി അൽ അമൽ, ഓപ്ഷൻ സി അൽ ഫുനൂൻ. ഏതായിരുന്നു ആ പത്രം?
1923 അദ്ദേഹം പ്രസിദ്ധീകരിച്ച പത്രം അൽ അമൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉൻതുഖിബ മഅറൂഫ് റുസാഫി ഉളുവൻ ഫി മജ്ലിസിൻ നുവാബ്. പാർലമെന്റ് അംഗമായിക്കൊണ്ട് മഅറൂഫ് റുസാഫിയെ തെരഞ്ഞെടുത്തിരുന്നു ഒന്നിലധികം തവണ. എത്ര തവണയാണ് അദ്ദേഹത്തെ പാർലമെന്റ് അംഗമായിക്കൊണ്ട് തെരഞ്ഞെടുത്തത്? ഓപ്ഷൻ എ 5 തവണ, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹംസ മറാത്തിൻ. 5 തവണ അദ്ദേഹത്തെ പാർലമെന്റ് അംഗമായിക്കൊണ്ട് തെരഞ്ഞെടുത്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മിൻ മുഅല്ലഫാത്തി മഅറൂഫ് റുസാഫി. മഅറൂഫ് റുസാഫിയുടെ രചനയിൽപ്പെട്ടത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അല ബാബി സിജിനി അബിൽ അലാ, ഓപ്ഷൻ ബി മാ അബിൽ അലാ ഉൽ മഅരി, ഓപ്ഷൻ സി മഅൽ മുതനബി. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ അല ബാബി സിജിനിൽ അബിൽ അലാ, അല ബാബി സിജിനിൽ അബിൽ അലാ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനുകളിൽ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു കിതാബിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് വഫീഹി റദ്ദു അല തോഹ ഹുസൈൻ ഫി കിതാബിഹി മഅ അബിൽ അലാ ഉൽ മഅരി. തോഹ ഹുസൈൻ്റെ ഗ്രന്ഥമാണ് മഅ അബിൽ അലാ ഉൽ മഅരി എന്നുള്ളത്. ഈ ഒരു ഗ്രന്ഥത്തിനുള്ള റദ്ദ് ആയിക്കൊണ്ടാണ്, മറുപടി ആയിക്കൊണ്ടാണ് മഅറൂഫ് റുസാഫി അദ്ദേഹത്തിൻ്റെ അല ബാബി സിജിനി അബിൽ അല എന്നുള്ള ഗ്രന്ഥം രചിക്കുന്നത് എന്നുകൂടെ നമ്മൾ ഓർത്തുവെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മഅറൂഫ് റുസാഫി ഒരു തുർക്കി സാഹിത്യകാരൻ്റെ തുർക്കി ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ നോവലിനെ അറബിയിലേക്ക് 1909 അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. മഅറൂഫ് റുസാഫി ഒരു തുർക്കി സാഹിത്യകാരൻ്റെ നോവലിനെ അറബി ഭാഷയിലേക്ക് 1909 ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ഇത് ഏതായിരുന്നു ആ നോവൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൽ ബുഅ്സാ, ഓപ്ഷൻ ബി അൽ ഖലായ, ഓപ്ഷൻ സി അർ റുഇയ. ഇതിൽ ഏത് റിവായിയാണ്, ഏത് നോവലാണ് അദ്ദേഹം അറബിയിലേക്ക് തുർക്കി ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അർ റുഇയ എന്ന നോവൽ അദ്ദേഹം ഒരു തുർക്കി സാഹിത്യകാരൻ്റെ തുർക്കി ഭാഷയിലുള്ള നോവലിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അത് 1909 അടുത്ത ക്വസ്റ്റ്യൻ, തമായിമു അത്തർബിയത്തു വതഅലീം മജ്മുഅത്തുൻ ശിഅരിയ മഅറൂഫ് റുസാഫി അസ്ദറഹ. തമായിമു അത്തർബിയത്തു വതഅലീം എന്നത് മഅറൂഫ് റുസാഫിയുടെ ഒരു കവിതാ സമാഹാരമാണ്. ഇത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1925, ഓപ്ഷൻ ബി 1936, ഓപ്ഷൻ സി 1924. ഏത് വർഷമാണ് അദ്ദേഹം തമായിമു അത്തർബിയത്തു വതഅലീം എന്ന കവിതാ സമാഹാരം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1924 അദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചത്. മഅറൂഫ് റുസാഫിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില ഖസീദകളുടെ പേരുകൾ നമുക്ക് പരിശോധിക്കാം. അൽ യതീമു ഫിൽ ഈദ്, അൽ ഫഖ്റു വസ്സഖാം, ഹുരിയത്തുൽ ഫിക്ർ, ഇലൽ ഉമ്മത്തിൽ അറബിയ, തൻബീഹുൽ ഉമം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഖസീദകളാണ്, നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ അനാഷീദുൽ വതനിയ. അൽ അനാഷീദുൽ വതനിയ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ത്വായിഫത്തുൻ മിനൽ അനാഷീദുൽ വതനിയ വൽ അദബിയ നഅല്ലാഹി തുല്ലാബിൽ മദാരിസി. അദ്ദേഹത്തിൻ്റെ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ചില ദേശഭക്തി ഗാനങ്ങളാണ് ആ ഗ്രന്ഥത്തിലുള്ളത്. അത് 1920 അദ്ദേഹം അത് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മഅറൂഫ് റുസാഫിയുടെ മറ്റൊരു ഗ്രന്ഥമാണ് റസായിലു തഅലീഖാത്ത്. റസായിലു തഅലീഖാത്ത് എന്നുള്ളത് ഫി നഖ്ദ്, അത് നഖ്ദിലുള്ളൊരു ഗ്രന്ഥമാണ്. കിതാബു അത്തസവുഫുൽ ഇസ്ലാമി വ കിതാബു അൻ നസറുൽ ഫന്നി. ഈ രണ്ട് പുസ്തകങ്ങളും സക്കി മുബാറക്കിൻ്റെതാണ്. സക്കി മുബാറക്കിൻ്റെ
നസറുൽ ഫന്നി തസവുഫുൽ ഇസ്ലാമി എന്നുള്ള ഈ 2 പുസ്തകത്തിനെ നഖ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം 1944 അദ്ദേഹം രചിച്ചിട്ടുള്ള പുസ്തകമാണ് റസായിലു തഅലീഖാത്ത് എന്നുള്ളത്. അപ്പോൾ ഈ 2 പുസ്തകത്തിന് നഖ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് റസായിലു തഅലീഖാത്ത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ദീവാനു റുസാഫി. അത് യുറഫു ബിർ റുസാഫിയാത്ത് എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. അത് അദ്ദേഹം 4 ബാബുകളായിട്ടാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അൽ കൗനിയാത്ത്, അൽ ഇജ്തിമാഇയാത്ത്, അൽ താരിഖിയാത്ത്, അൽ വസ്ഫിയാത്ത്. ഇതെല്ലാം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇങ്ങനെ 4 ബാബുകളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ദീവാനെ അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നത്. 1910 അത് ആദ്യമായിക്കൊണ്ട് പ്രിൻ്റ് ചെയ്തത്. പിന്നീട് 1930 അതിനെ റീപ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അദ്ദേഹം വീണ്ടും അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് അവസാനം 11 ബാബായിക്കൊണ്ട് മാറി. 4 ബാബുള്ള ദീവാനു റുസാഫി എന്നുള്ള ആ ഗ്രന്ഥം അവസാനം അതിനെ വീണ്ടും റീപ്രിൻ്റ് ചെയ്ത സമയത്ത് 11 ബാബുകളായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മത്താ തൂഫിയ മഅറൂഫ് റുസാഫി. മഅറൂഫ് റുസാഫി എപ്പോഴാണ് മരണപ്പെട്ടത്? മഅറൂഫ് റുസാഫി മരണപ്പെട്ടത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1940, ഓപ്ഷൻ ബി 1946, ഓപ്ഷൻ സി 1945. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1945 മഅറൂഫ് റുസാഫി മരണപ്പെടുന്നത്. പ്രിയ കൂട്ടുകാരെ, മഅറൂഫ് റുസാഫി എന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു സാഹിത്യകാരനെ കുറിച്ച് വളരെ ഹ്രസ്വമായിട്ടാണ് നാം ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.